ഇന്ന് നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം കേട്ടോ. സദ്യയിൽ നമുക്ക് ചില കറികളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ, എന്നാൽ ചില കറികൾ ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ ഒരു കറിയാണ് കേട്ടോ ഈ പച്ചടി. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നെങ്കിലും ഉണ്ടാക്കും ഞാൻ. എനിക്ക് ഈ ഇലയിൽ കുറേ കളറുള്ള കറികളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു വെള്ളരിക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കട്ട് ചെയ്തെടുത്തു. നന്നായി കഴുകിയതിന് ശേഷം പിന്നെ ഒരു പച്ചമുളക് നടുക്ക് കീറിയിട്ട് അത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചു കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് വേകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ 2 മണി മാത്രം നല്ല ജീരകം ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു കഷ്ണം കൂടെ ചേർത്തിട്ടു. അത്യാവശ്യം നല്ല എരിവുള്ള കാരണം കൊണ്ടാണ്. പിന്നെ ഇതാ തേങ്ങ നന്നായിട്ട് അരഞ്ഞെടുക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇടാം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്